ഓക്കെ അവിടെ പിടിക്കാൻ. ഓക്കെ, ഇതിൻ്റെ പേരെന്താണ് ശരിക്കും? മാഡി ബക്കി. അതാണ് റൈഡിൻ്റെ പേര്. നിങ്ങളുടെ പേര്? എൻ്റെ പേര് അജാസ്. അജാസ്. എവിടെ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോടാണ്. കോഴിക്കോട് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാ? ഇത് 1.5 കിലോമീറ്ററാണ് വരുന്നത്. അതിൽ ഒരാൾക്ക് വരുന്നത് ഒരു വണ്ടിയിൽ 450, രണ്ടാൾ പോവുകയാണെങ്കിൽ 600. പക്ക ഓഫ് റോഡാണ് വരുന്നത്. 3 ടൈപ്പ് റോഡ് വരുന്നുണ്ട്. ഇതേ റോഡ് തന്നെയാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് ആ ബോർഡിന്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 കിലോമീറ്റർ ഈ ടി എസ്റ്റേറ്റ് റൗണ്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് വേറെ ട്രാക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ എങ്ങനെ ഇത് ഓടിക്കുന്നതിന്റെ സ്ഥിതി? സാധാരണ ഇത് നോർമൽ സ്കൂട്ടി ടൈപ്പ് തന്നെ വരുന്നത്. ഫ്രണ്ട് ബ്രേക്ക് ആണ് വരുന്നത്, ബാക്ക് ബ്രേക്ക്, ആക്സിലേറ്റർ മാത്രം തം ത്രോട്ടിലാണ് വരിക. നമ്മൾ മറ്റേത് പറ്റൂലല്ലോ, മറ്റേത് ഡേഞ്ചർ ആണ്. തം ത്രോട്ടിലാണ് ഇതിൽ വരുന്നത്. നോർമൽ പിന്നെ സ്കൂട്ടി ടൈപ്പ് തന്നെ. പിന്നെ ഫോർവേഡ് റിവേഴ്സ് ആണ് വരുന്നത്. റിവേഴ്സ് സിസ്റ്റം വരുന്നുണ്ട്. ഇമ്പോർട്ടഡ് വണ്ടി ആയതുകൊണ്ട് അത് വരുന്നുണ്ട്. അപ്പോൾ മറ്റേ ലേഡീസിന് കംഫർട്ട് ആണ്. പക്ഷേ ഹെവി ആണ് വണ്ടി. കുറച്ച് ഹാൻഡിൽ കുറച്ച് ഹെവി ആണ്. നോർമൽ ഒരു സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരു കുഴപ്പം വരില്ല. ഓർ സ്പീഡ് പോവുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. 4 വീലല്ലേ വരുന്നത്. അപ്പോൾ ഇതിന്റെ എങ്ങനെ ഈ റോഡായതുകൊണ്ട് ചെരിച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അതൊക്കെ ഇങ്ങനെ അറിയൂല. നമ്മൾ നോർമൽ ഇതിൽ പോയി കഴിഞ്ഞാൽ അറിയില്ല. ഇടിച്ച് എന്തെങ്കിലും ഇതാകുമ്പോഴേ എന്തെങ്കിലും വേറെ വിഷയങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് നടക്കാം അല്ലേ? ഓക്കെ ഓക്കെ. ഇങ്ങോട്ട് ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയാനൊന്നും വയ്യ, നല്ല കുലുക്കുള്ള കൊണ്ട് ഫുള്ള് കട്ടറായതുകൊണ്ട്. ഡ്രൈവർ സൈഡ് വ്യൂല് കുറച്ച് എഫേർട്ട് തന്നെ ചെയ്യണല്ലേ അത് ശരിക്കും? ഓടിക്കുന്ന ആളുകൾ ഹാൻഡിൽ കുറച്ച് ഒരു സൈഡിലേക്ക് വണ്ടി കൺട്രോൾ ചെയ്ത് പോകണ മാതിരി തോന്നും. അപ്പോൾ നമ്മൾ ഹാൻഡിൽ മെയിൻ കൺട്രോൾ ചെയ്തിട്ട് സെൻറ്ററിൽ കൊണ്ടുപോകാം. മാക്സിമം സെൻറ്ററിൽ കൊണ്ടുപോയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ ഒരു സ്പീഡിൽ പിടിച്ചാൽ നമുക്ക് ഹാൻഡിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഒരു നോർമൽ ഒരു 10-12 സ്പീഡിൽ ഇങ്ങനെയാണ്. ഈ ട്രാക്ക് ഇപ്പോൾ ഇത് കഴിഞ്ഞു. അടുത്തത് വരുന്ന വേറെ ട്രാക്കാണ്, സെപ്പറേറ്റ് വേറെ ട്രാക്ക്. ഇതേമാതിരി വെള്ളമൊക്കെ ഉള്ളതാണ്. ഇത് പക്ക ഓഫ് റോഡ് ടൈപ്പാണ് വരുന്നത്. സാധാരണ ഒരു ബൈക്കും കൊണ്ട് തന്നെ വരാൻ കുറച്ച് ഡേഞ്ചർ. ബൈക്ക് വെച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ലിപ്പാവും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരും. ഓഫ് റോഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ റോഡ് കണ്ടില്ലേ? ശരിക്കും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രൈവർ അല്ലേ? പിന്നെ റേറ്റ് ലോ ബഡ്ജറ്റിലാണല്ലോ ഇതെല്ലാം. 1.5 കിലോമീറ്ററിൽ പുറത്തൊക്കെ നല്ല റേറ്റിലാണ് വരുന്നത്. അപ്പോൾ ലോ ബഡ്ജറ്റിലാണ് ഇത് സുഖമല്ലേ? ശരിക്കും പറഞ്ഞെങ്കിൽ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണല്ലോ ഇത്. വെള്ളമുള്ളത് ഇവിടുന്ന് നമ്മളെ മേലേക്ക് കുറച്ചാവൂലേ? നോക്കിയിട്ട് പോയാൽ മതി. മാഡി ബക്കി. ഇനി അടുത്ത ട്രാക്ക് സെപ്പറേറ്റ് വേറെ ട്രാക്കാണ്. സ്ലിപ്പാവുന്ന റോഡാണ്. നോർമൽ വണ്ണായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ സിമ്പിളാണ്. പക്ഷേ ബാക്ക് സ്കിഡാവും. അപ്പം വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മഴ പെയ്താൽ കുറച്ച് റിസ്ക്കാണ് ഇതിൽ കയറാൻ. പക്ഷേ നല്ല എക്സ്പീരിയൻസ് ആവും. അടിപൊളി വൈബ് തന്നെയാണ്. നല്ല അടിപൊളി ഫീല്. ശരി, ചെമ്പ്രേൻ്റെ ഫുൾ വ്യൂ ഒന്നും കിട്ടില്ല ശരിക്കും.
നല്ല ഗ്രിപ്പായിരിക്കുമല്ലോ ഇതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ. ഓരോ ഉണ്ട് കാണിച്ച് ഒരു സൈഡിലേക്ക് വണ്ടി തന്നെ നമ്മളിപ്പോൾ അറിയുന്ന ബാലൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇത് കറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നു. ബാലൻസ് ഇല്ലാത്തവർക്ക് പെട്ടെന്ന് കയ്യിൽ നിന്ന് വണ്ടി പോവാ, അങ്ങോട്ട് കയറി പോവാ, മറിയും, ഇവിടുന്ന് ഇടിച്ചാൽ മറിയും. ഇതേമാതിരി ഓഫ് റോഡ് പോലെ നല്ല കട്ടറാണ്. പക്ഷെ എന്നാലും അല്ലേ ഇത് ഓരോ വീലിനും ഓരോ സസ്പെൻഷനാണ്. അല്ല, ബാക്കിൽ ഇത് സെപ്പറേറ്റ് ഒറ്റ ഒന്നാ വരും. സെൻറ്റർ വ്യൂ അങ്ങോട്ട് അധികം ജസ്റ്റ് ഇവിടെ ലാസ്റ്റ് എത്തുമ്പോൾ ഇതാണ് ഇതിലൊക്കെ ചാടിയിട്ട് കൺഫ്യൂഷൻ വരും. വണ്ടി മറിയോ മറിയോ അങ്ങനത്തെ. പക്ഷെ വണ്ടി അങ്ങനെ പെട്ടെന്ന് മറിയൊന്നുമില്ല. മറ്റേ നമ്മൾ നോർമൽ ബൈക്കിൻ്റെ അതേ ത്രോട്ടിലൊക്കെ ആണെങ്കിൽ ഒപ്പം മറിഞ്ഞു വെച്ചാൽ കയ്യിൽ നിന്ന് പോകും വണ്ടി.